ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഈ രാത്രിയിലും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം ഒരു പാട്ടിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ജീവിതമെന്നൊരു തൂക്കുപാലം, ജീവികൾ നാമതിൽ സഞ്ചാരികൾ, അക്കരയ്ക്കെത്താൻ പിച്ച വെച്ചെത്തും, അക്കരെ നീയും വന്നതിന്നും ആരോമൽ പൈതൽ. ഇങ്ങനെ ആ പാട്ട്. അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ വരികൾ തന്നെയാണ്. ഈ ജീവിതമെന്ന തൂക്കുപാലത്തിലെ സഞ്ചാരികളാ നാം ഓരോരുത്തരും. അപ്പോൾ ജീവിതമെന്നൊരു തൂക്കുപാലത്തിലെ സഞ്ചാരികളെന്ന് പറയുമ്പോൾ അതിനൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ ഭൂമിയിലേക്ക് വന്നത് നാം ഒറ്റയ്ക്ക, ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാ നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, മറ്റുള്ളവരെല്ലാം തന്നെ. അപ്പോൾ അതിനൊരു പ്രധാന കാരണം ഞാൻ പറയുമ്പോൾ, ഈ ഭൂമിയിലേക്ക് നമ്മൾ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ ഈ ഒറ്റയ്ക്ക് സാഹചര്യങ്ങളെ നേരിടാനുള്ള എല്ലാ കഴിവുകളും എനിക്കും നിങ്ങൾക്കും നമ്മളെ സൃഷ്ടിച്ചവൻ തന്നിട്ടുണ്ട്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. മറ്റുള്ളവരെ ആശ്രയിക്കണമോ എന്ന് ചോദിച്ചാൽ ആശ്രയിക്കണം. എല്ലാവരും കൂടെ ആശ്രയപ്പെട്ട് ജീവിച്ചാലേ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ അമിത ആശ്രയം ഒന്നും നല്ലതിനല്ല. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് ഒറ്റയ്ക്ക് സാഹചര്യങ്ങളെ നേരിടാനുള്ളൊരു കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ കഴിവിനെ നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് സാഹചര്യങ്ങളെ നമ്മുടെ കാൽ കീഴിൽ നമ്മൾക്ക് വെക്കുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. വളരെയധികം വിഷയങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് നിങ്ങൾ ഇന്ന് രാത്രിയിലും കിടക്കുന്നത്. നാളത്തെ പ്രഭാതം എങ്ങനെയാ അതിനെ അഭിമുഖീകരിക്കുമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാകാത്ത സാഹചര്യത്തിലുള്ളവരുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. ഒരു സാഹചര്യത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തോറ്റുകൊടുത്താലേ അത് പറ്റത്തുള്ളൂ. ഞാൻ സ്വയം തോറ്റുകൊടുക്കാൻ തയ്യാറായാൽ ആ സാഹചര്യങ്ങൾ നമ്മളെ തോൽപ്പിക്കും. എന്നാൽ ഈ സാഹചര്യത്തിന് മുന്നിൽ മുട്ടുമടക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ഒരു ഉത്തമ ബോധ്യവും ഉത്തമമായ ഒരു തീരുമാനവും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്നത് കാണാം. നിങ്ങൾക്കറിയാമല്ലോ ഒരാനയെ പാപ്പാൻ എങ്ങനെയാണ് നയിക്കുന്നതെന്ന്. ആന ഒന്ന് വിചാരിച്ചാൽ ആ തുമ്പിക്കൈ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയ പാപ്പാൻ കഷ്ണങ്ങളായിട്ട് പോകും. പക്ഷേ പാപ്പാൻ്റെ ഇച്ഛാശക്തി, ഒരു വടി കൊണ്ട് ആനയെ നയിക്കാനെന്നുള്ള ഒരു കഴിവ്, അതാ ആനയെ നടത്തിക്കൊണ്ടു പോകാൻ ആ പാപ്പാന് കഴിയുന്നത്. ഇതൊരു മനുഷ്യന് കഴിയും. നോക്കണം, ഇത്രയും വലിയൊരു മൃഗത്തെ നയിച്ചുകൊണ്ടു പോകുവാൻ കേവലം ഒരു മനുഷ്യൻ കഴിയുമെങ്കിൽ ഈ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് നേരിടാൻ പറ്റത്തില്ല? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇച്ഛാശക്തിയും ആ ഒരു കഴിവും നമുക്ക് ബോധ്യമാകാത്തത് കൊണ്ടാണ് പല സാഹചര്യങ്ങളുടെ മുന്നിലും നമ്മൾ മുട്ടുമടക്കേണ്ടി വരുന്നതും ഇന്നത്തെ തലമുറ ആത്മഹത്യയിലും മയക്കുമരുന്നുകളിലേക്കൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഉറച്ച് തീരുമാനമെടുക്കണം. ഒരു സാഹചര്യവും നമ്മുടെ മേൽ വാഴത്തില്ല. സാമ്പത്തികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തികമാരുടെയും കുത്തകയല്ല അത്. എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ സാമ്പത്തികം വന്നും പോയും ഒക്കെ ഇരിക്കും. എന്നാൽ ആ സാമ്പത്തികത്തിനെ നമ്മളതിൻ്റെ വേണ്ട വിധത്തിൽ കാണുമ്പോൾ ആ സാമ്പത്തികം നമ്മുടെ കൈകളിൽ തന്നെ വരും. അപ്പോൾ ഈ പുറമേ കാണുന്ന ഒരു സാഹചര്യവും നമ്മളെ തളർത്താനിടവരരുത്. പ്രത്യേകിച്ചും ശാരീരികമായ അസ്വസ്ഥതകൾ. ഇന്ന് ഒരു ഡോക്ടർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ അനവധി അസുഖങ്ങളുണ്ട്. അസുഖങ്ങളില്ല എന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഈ അസുഖങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കുമെന്നും അതിന് നമ്മളെ തളർത്താൻ പറ്റുമെന്നുമുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ അസുഖങ്ങളെല്ലാം നമുക്കുണ്ട്, ഉണ്ടാവും. എന്നാൽ ഈ അസുഖങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ബാധിക്കത്തില്ല എന്നൊരു തോന്നൽ നമ്മൾ തന്നെ
വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഈ അസുഖങ്ങൾ ചിലപ്പോൾ വരാം. പക്ഷേ അതിന് നമ്മളെ തളർത്താൻ പറ്റത്തില്ല, നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇച്ഛാശക്തിയും ആ സാഹചര്യത്തിന് മേൽ നമ്മൾ എടുക്കുന്ന തീരുമാനവും ആ സാഹചര്യത്തിനെ നമ്മുടെ മുന്നിൽ തോൽപ്പിക്കുന്നത്, ആ സാഹചര്യത്തിൻ്റെ മേൽ നിൽക്കാനുള്ള ശക്തി നമുക്കുണ്ടാകുന്നത്. അത് ഏത് കാര്യത്തിനായാലും, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾക്കായാലും, അസുഖങ്ങൾക്കായാലും, മറ്റുള്ള ഏത് വിഷയത്തിന്മേലായാലും അത് തന്നെയാണ് അതിൻ്റെ കാരണം. ആ സാഹചര്യങ്ങളെ വാഴാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രിയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടോ, ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട് തന്നെ നമ്മൾ ജീവിച്ചേ മതിയാകത്തുള്ളൂ. എന്നാൽ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് വിഷയങ്ങളുടെ മേൽ ജയിക്കാൻ പറ്റാതെ വരുന്നത്. ഒന്നും നമുക്ക് ബാധിക്കത്തില്ലെന്ന്, ഒരു വിഷയവും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം അമാനുഷിക ശക്തിയാണ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത്. ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം. ഈ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് വളരെ ക്രിട്ടിക്കൽ നിമിഷങ്ങളാണ് നമ്മുടെ ഈ ജീവിതത്തിലുള്ളത്. ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വിഷയങ്ങളൊക്കെ നമ്മളെ തളർത്തുന്നതാണ്. അതുപോലുള്ള ക്രിട്ടിക്കൽ പ്രശ്നങ്ങളാണ്, വളരെ ക്രൂരമായ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മേലുള്ളൊക്കെ എല്ലാം നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് ഇവയൊക്കെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റും. ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണവും അവർക്ക് ആ ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. മാനസികമായ ബലം അവർക്കില്ലാത്തതുകൊണ്ടാണ്. ശാരീരികമായ ബലം അവർക്കില്ലാത്തതുകൊണ്ടാണ്. വെറുതെ മസിൽ പവർ ഉണ്ടായിട്ട് കാര്യമില്ല. മാനസികമായ ഒരു ശക്തി നമുക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ പറയുന്നത് മനസ്സ് കേൾക്കണം, മനസ്സ് കേൾക്കുന്നത് പറയുന്നത് ശരീരം കേൾക്കണം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒരു കോർഡിനേഷൻ വന്ന് വരുമ്പോൾ നമ്മൾക്ക് എല്ലാ സാഹചര്യത്തിനും മേലും ജയിക്കാനുള്ള ഒരു കഴിവുണ്ടാകും. അത് വെറുതെ പറയുന്നതല്ല. ഈ സാഹചര്യത്തിൻ്റെ മേൽ നമ്മൾ ജയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കാൻ പറ്റും. ആ ജയമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു വിജയത്തിന് കാരണമാകുന്നത്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായിട്ട് മാറണം. നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കണം. നമ്മളെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമ്മുടെ അകത്ത് ഒരു ഇന്നർ മാൻ ഉണ്ടെന്നും ആ അകത്തുള്ള ഒരു മനുഷ്യന് അവന് ജീവനുണ്ടെന്നും ആ ജീവനുള്ള അത് പറയുന്ന ആ മനുഷ്യൻ പറയുന്നതാണ് ഞാൻ അംഗീകരിക്കേണ്ടതെന്നൊരു കഴിവുണ്ടാകണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേൾക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. എന്നാൽ നമ്മുടെ കാര്യങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് പറയാനുള്ള സാഹചര്യം, ഒരു കഴിവ് നമുക്കുണ്ടാകണം. നോ എന്ന് വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് പറയാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായേ പറ്റത്തുള്ളൂ. ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് അതില്ല. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് പറയാനുള്ള കഴിവ് ഇന്നത്തെ തലമുറയ്ക്കില്ല. അത് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് പല സാഹചര്യങ്ങളും അവർ വീണു പോകുന്നത്. ഇപ്പം ഇന്ന് വായിക്കുന്ന പത്രവാർത്തകൾക്കൊക്കെ നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് ഇതെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നമ്മുടെ തലമുറയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അവരൊക്കെ ഉന്നത നിലയിൽ തന്നെ എത്തിച്ചേരും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ സാഹചര്യങ്ങളെ വാഴാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വരണം. ആരെയും നിങ്ങൾ മനസ്സുരുകി ആരെയും നിങ്ങൾ ശപിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സുരുകി ശപിക്കുമ്പോൾ ആ ശാപം നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അത് പലർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം അവരിതൊന്നും അറിയുന്നതേ ഇല്ല. നിങ്ങളൊരാളെ അങ്ങ് ശപിക്കുക, അതങ്ങനെ നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ ഇത് നേരെ റിവേഴ്സ് നിങ്ങൾക്ക് തന്നെ വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന എപ്പോഴും അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരിക്കാം, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വാക്കുകളായിരിക്കണം. നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് വീണ്ടും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇന്ന് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ളതായിരിക്കട്ടെ. അങ്ങനെ ഉന്നത നിലയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് തന്നെ ജീവിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരണം. അതിന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ബലപ്പെടുത്തണം. സാഹചര്യങ്ങളെ നിങ്ങൾ കീഴ്പ്പെടുത്തണം. മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കണം.
അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയും നാളെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് വേണ്ടി. നാളത്തെ പ്രഭാതം അത് അനുഗ്രഹമായിരിക്കണം എന്ന് കരുതിക്കൊണ്ട് തന്നെ ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങണം. അതുറങ്ങണമെങ്കിൽ നമ്മൾ മനസ്സിന് ബലം വേണം. ആ മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയാട്ടെ. നാളത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ സുഖമായി ഉറങ്ങണം. നാളത്തെ പ്രഭാതം ചാടി എഴുന്നേക്കണം ഊർജ്ജസ്വലതയോടെ. അങ്ങനെ എഴുന്നേറ്റ് നിങ്ങൾ നോക്കിക്കേ. നാളത്തെ പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആ കട്ടിലിൽ നിന്ന് ഇരുന്നിട്ട് ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഞാൻ കാൽ ചവിട്ടുന്നിടം അനുഗ്രഹികമാകും എന്നൊന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് എഴുന്നേറ്റേ. നാളത്തെ ദിവസം അനുഗ്രഹത്തിൻ്റേതായിരിക്കും. ഒരു വിഷയവും നിങ്ങളെ ബാധിക്കത്തില്ല. ഒരു കടബാധ്യത നിങ്ങളുടെ അടുക്ക വരത്തുപോലുമില്ല. കടമൊക്കെ ഉണ്ടെന്നേ, ബാധ്യതകളൊക്കെ ഉണ്ടെന്നേ, വിഷയങ്ങളൊക്കെ ഉണ്ടെന്നേ, ഇതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയിക്കോളും. പക്ഷേ ഞാൻ ഉന്നത നിലയിൽ എത്തിച്ചേരും, എൻ്റെ കുടുംബം ഉന്നത നിലയിൽ എത്തിച്ചേരും. ഇത് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നിങ്ങൾ സുഖമായി ഉറങ്ങിയാട്ടെ. ടെൻഷൻസൊക്കെ മാറട്ടെ, എല്ലാം മാറിപ്പോട്ടെ. സുഖമായി ഉറങ്ങി നാളെ നേരത്തെ തന്നെ സുഖമായി എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജോലിയിലേക്ക് ആയിക്കൊള്ളട്ടെ. നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നാളെ വീണ്ടും കാണുന്നവരെ നിങ്ങൾക്കൊരു ഗുഡ് ബൈ നേരുക, സ്വീറ്റ് ഡ്രീംസ് നേരുക. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.